എന്റെ ഗൗരിമോള് ഇസബെല്ല പ്രസവിച്ച കുട്ടിയാ അല്ലേ ഗൂഗിൾ? സമൃദ്ധ, താൻ? സമൃദ്ധ അല്ല, അർച്ചന. എല്ലാ സത്യങ്ങളും ഇപ്പൊ തുറന്നു പറഞ്ഞ് സച്ചേട്ടനോടും അമ്മയോടും ഒക്കെ നീതി പുലർത്താൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ട എന്റെ ഗൗരിമോള് പിന്നെ ജീവിച്ചിരിക്കില്ല. ആ കുഞ്ഞിന്റെ ജീവൻ നിലനിൽക്കാൻ തൽക്കാലം ഞാൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. അർച്ചനെ, ഈ അവസാന ഘട്ടത്തിൽ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരതി വിചാരിച്ച എങ്ങനെയെങ്കിലും സച്ചേട്ടനെ കൊണ്ട് ഈ കേസ് പിൻവലിപ്പിക്കാൻ സാധിക്കും. അതൊരിക്കലും നടക്കില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തില്. ഞാൻ പറഞ്ഞാലൊന്നും സച്ചി കേൾക്കില്ല. സച്ചിയുടെ വക്കാലത്ത് പോലും ഞാൻ ഒഴിഞ്ഞു. വക്കാലത്ത് ഒഴിഞ്ഞെന്നോ? എന്തിന്? സച്ചിക്ക് പിന്നെ വിശ്വാസമില്ല. ഞാൻ ഗോകുൽ സാറിനൊപ്പം മറുകണ്ഠം ചാടിയെന്ന് സച്ചി വിശ്വസിച്ചിരിക്കുന്നത്. നേരത്തെ കേസ് മാറ്റിവെച്ചതിന് എന്നെ സച്ചി കുറ്റപ്പെടുത്തുന്ന. എങ്ങനെയെങ്കിലും ആരതി എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അർച്ചനയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഞാനും സച്ചിയും തമ്മില് പരസ്പരം കാണാറൊന്നുമില്ല. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം പോലും ഇല്ലാതായി. അർച്ചനെ, ഇതൊരു തീക്കളിയായി മാറിക്കൊണ്ടിരിക്കുക. അർച്ചനയും കുഞ്ഞിനെയും കിട്ടാതെ സച്ചി അടങ്ങില്ല. ഇനി അർച്ചന ഒരു തീരുമാനം എടുക്കുക അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. തീരുമാനം എടുക്കുന്നതിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എന്റെ ഗൗരിമോള്, അവളുടെ ജീവനാ എന്റെ പ്രശ്നം. 10 വയസ്സുള്ള കുഞ്ഞാ. കാര്യങ്ങളൊക്കെ കേട്ടാ അവൾക്ക് മനസ്സിലാവില്ലേ? ഞാൻ അമ്മയെന്ന വിശ്വാസത്തിലാ അപ്പാവ എപ്പോഴും ജീവിക്കുന്നത്. അവളുടെ എല്ലാം ഞാനാ. അവളെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് തൽക്കാലം ഒരിടത്തേക്കും വരാൻ പറ്റില്ല. സച്ചേട്ടൻ എന്റെ ജീവനാ. അതുപോലെ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എന്റെ അമ്മയുമാ. പക്ഷെ എന്റെ ഗൗരിമോള്, അവളെന്റെ എല്ലാമാ. തൽക്കാലം എന്റെ മോളുടെ ജീവനേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. ഈ നിൽക്കുന്ന നിങ്ങളുടെ മകന്റെ ഭാര്യ സംവൃദ്ധ ആരാണെന്നറിയോ? ഇവൾ എന്റെ ഭാര്യ അർച്ചനയാ. ഇവളുടെ കഴുത്തി കിടക്കുന്ന ഈ താലി ഞാൻ കിട്ടിയതാ. അർച്ചനെ, നമ്മുടെ അമ്മ നിന്നെ കാണാതെ, മരുന്ന് ഭക്ഷണം ഒന്നും കഴിക്കാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ഇസബെല്ല, നീ ഇപ്പോ ദൈവത്തിന്റെ തൊട്ടടുത്താണെന്ന് എനിക്കറിയാം. നമ്മുടെ മോടെ അവസ്ഥ നിനക്കറിയാലോ. അവളുടെ ജീവനും ഭാര്യ പിടിച്ച ഞാൻ നിൽക്കുന്നത്. സമൃദ്ധ ഒറ്റ ഒരാളുള്ളതുകൊണ്ടാണ് നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടിയത്. അവളെ കാത്തോളാൻ നീ നിന്റെ ദൈവത്തിനോട് പറയണം. അവളില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഈ ബൈബിൾ ഇസബെല്ലയുടേതാ അല്ലേ? ആ ഓർഫനേജിനോട് ചേർന്നുള്ള സെമിത്തേരിയിൽ ഇപ്പോഴും ഇസബെല്ലയുടെ കുഴിമാടമുണ്ട് അല്ലേ ഗൂഗിൾ? ഇസബെല്ലയെ ഗൂഗിൾ കണ്ടുമുട്ടിയത് അനാഥാലയത്തിൽ വെച്ചാ, ശരിയല്ലേ?
പിന്നെ നിങ്ങൾ പ്രണയിച്ചു, വിവാഹം കഴിച്ചു. അവളെ നിങ്ങൾ സമൃദ്ധ എന്ന് വിളിച്ചു. എന്റെ ഗൗരിമോള് ഇസബെല്ല പ്രസവിച്ച കുട്ടിയാ അല്ലേ ഗൂഗിൾ? സമൃദ്ധ, താൻ സമൃദ്ധ അല്ല, അർച്ചന. ഞാൻ അർച്ചനയാ ഗൂഗിൾ. ദയാനന്ദൻ മാഷിന്റെയും കമലയുടെയും മകൾ. അല്ലേ ശരിയല്ലേ? സച്ചിയുടെ ഭാര്യ. ഗൂഗിൾ എന്നോട് ക്ഷമിക്കണം. ഇത്രയും നാൾ ഞാൻ ഗൂഗിളിന്റെ മുമ്പിൽ ഓർമ്മ തിരിച്ചു കിട്ടാത്തവളായിട്ട് അഭിനയിക്കായിരുന്നു. അന്ന് ശിവാനന്ദ യോഗിയുടെ ആശ്രമത്തിൽ വെച്ച് തന്നെ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയതാ. എന്താ നിന്റെ പേര്? അർച്ചന. അപ്പോ ഇത്രയും നാൾ താൻ എന്നെ കബളിപ്പിക്കായിരുന്നല്ലേ? ഒരർത്ഥത്തിൽ പറഞ്ഞ അത് തന്നെയാ ശരി. പക്ഷെ അതെന്തിനാണെന്നറിയൂ? ഗൂഗിളിനെയും ഗൗരിമോളെയും വേദനിപ്പിക്കാതെ എന്റെ സച്ചേട്ടന്റെ അടുത്തേക്ക് തിരിച്ചു പോണമെന്ന് ഞാൻ കരുതി. പക്ഷെ നമുക്കെല്ലാം പ്ലാൻ ചെയ്യാൻ മാത്രമല്ലേ പറ്റൂ. ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിലാ. എടോ, ഒരിക്കലെങ്കിലും എന്നോട് ഇത് പറയായിരുന്നില്ലേ? ഇത്രയും നാൾ ഒന്നും അറിയാത്തവനെ പോലെ ഞാനൊരു വിഡ്ഢിയായി. ഞാൻ തന്നെ എത്രമാത്രം സ്നേഹിച്ചതാ. എന്നിട്ടും ഒരു വാക്ക്, ഒരു സൂചനയെങ്കിലും തരാമായിരുന്നില്ലേ? പലതവണ ഞാൻ അതിന് ശ്രമിച്ചതാ. അപ്പോഴൊക്കെ ആ അവസരം ദൈവം എനിക്ക് നിഷേധിച്ചു. ഗോകുലും ഗൗരിമോളും വിഷമിക്കരുതെന്നേ ഞാൻ കരുതിയുള്ളൂ.